പൂ കാണിച്ചേക്കാം. ഇത് ഞങ്ങളുടെ വെണ്ടത്തൈയാണ്. നന്നായി വന്നിട്ടുണ്ട് വെണ്ടത്തൈ. പിഞ്ചാകുമ്പോഴേ നമ്മൾ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഇതുള്ളത് ഇതേ ഒരു ചോളം നല്ല ചോളമാണ്. സ്വീറ്റ് കോണാണിത്. നമുക്ക് വേവിച്ചിട്ട് കഴിക്കാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടോ, സ്വീറ്റ് കോണ് നല്ല വളമൊന്നും അടിക്കാണ്ട്. മഴയായി കാരണം കുറച്ച് ഇതുണ്ടല്ലോ, ചീഞ്ഞ പോലെ ആയില്ല, വെള്ളം ഇറങ്ങിയിട്ട്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട് ഈച്ചി. നല്ല മധുര, നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓരോ സാധനങ്ങളാണ് നമ്മൾ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചത്. ഇത് ഞങ്ങളുടെ നല്ലൊരു വേപ്പിൻ്റെയാണ്. ഈ വർഷക്കാലം ആവണമെങ്കിൽ മുന്നിൽ നമ്മൾ കട്ട് ചെയ്യണം. ഇതിന് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ നല്ലതല്ല. ഒടിച്ചെടുക്കണം ഇതേപോലെ. നല്ല വിഷമില്ലാത്ത നല്ല വേപ്പിൻ്റെ ഇല. നല്ലതാണ് എപ്പോഴും വേപ്പിൻ്റെ ഇല കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഇനി അടുത്ത് നമ്മുടെ ചീരയുണ്ട്. പറമ്പിൽ ഉള്ള ചീര, വളമൊന്നും വിഷമൊന്നും അടിക്കാത്ത ചീരയാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് തല വയ്ക്കണം. കട അവിടെ ഇരുന്നോട്ടെ. വെട്ടിയിട്ട് ഇതേപോലെ കിട്ടും. അത് കടയുണ്ട്, അത് അവിടെ നിന്ന് തിരിച്ചു പൊടിച്ചു വരും കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പറയാം ഇതിനെ മന്ദങ്കാളി എന്നാണ് പറയാം. മന്ദങ്കാളി ചീര. വായപ്പുണ്ണിനും ഇതിനൊക്കെ നല്ലതാണ്. കറി വയ്ക്കാൻ നല്ലതാണ്. അതുമ്പോൾ അങ്ങനെ മണിത്തക്കാളി പോലെ കുഞ്ഞേ കായുണ്ടാവും. നല്ലതാണ്. വായപ്പുണ്ണ്, വയറ്റിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇവിടെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് കറി വെച്ച് കഴിക്കണ, വായപ്പുണ്ണിനൊക്കെയും കഴിക്കണ ഒരു ചീരയാണത്. എൻ്റെ നാട്ടിലേത് പേരാ പറയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ പറയാം മന്ദങ്കാളി ചീര എന്ന് പറയും. മന്ദങ്കാളി സപ്പു. പച്ചമുളക് ഞങ്ങൾ കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ നോക്ക് എത്ര നന്നായിട്ട് ഉണ്ടായില്ലെന്ന്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഉണക്കാനുമുള്ള മുളക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ മുളക് കൃഷി ചെയ്യും. നമ്മുടെ വീട്ടാവശ്യത്തിന് മുളക് പൊടിപ്പിക്കാനും ആവും, പിന്നെ നമ്മുടെ പച്ചമുളക് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും. ഇപ്പം ഇതിന് മൂത്തിട്ടില്ല. ഇപ്പം 2 നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി പൊട്ടിച്ചിട്ടുള്ളൂ. നമ്മുടെ മത്തങ്ങ, അത്